ഐക്കൂടെ Iqoo Z5 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ചൈനയിലെ ലോഞ്ച് ഡേറ്റും അതുപോലെ തന്നെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റും ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു ഫോൺ ആദ്യം ചൈനയിലായിരിക്കും ലോഞ്ച് ചെയ്യുക. അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു ഫോൺ ഇന്ത്യയിലും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൻ്റെ പല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ Iqoo ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Iqoo Z5 എന്ന ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരാൻ സാധ്യത, ഏത് പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ ലോഞ്ച് ചെയ്യാനാണ് ചാൻസ്, അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ആദ്യം നമ്മൾ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Iqoo Z5ൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ വരില്ല, IPS LCD പാനലായിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. Iqoo Z3 എന്ന ഫോണിലും ഇതുപോലെ LCD ഡിസ്പ്ലേ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ചില റിപ്പോർട്ടുകളിലൊക്കെ ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക എന്നാണ്. എന്ന് വിചാരിച്ചിട്ട് ഡിസ്പ്ലേ അത്രയ്ക്ക് മോശമാനുള്ള ചാൻസ് ഒന്നുമില്ല. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 10 ബിറ്റ് കളറും ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. ഫോണിൻ്റെ ബാക്കിൽ റെക്റ്റാങ്കുലർ ഡിസൈനിൽ വരുന്ന ക്യാമറ മോഡ്യൂളായിരിക്കും വരിക. ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. ബ്ലാക്ക്, വൈറ്റ്, പിന്നെ പർപ്പിളും ബ്ലൂവും കൂടിയിട്ടുള്ള ഒരു ഗ്രേഡിയൻ കളർ ഫിനിഷിൽ വരുന്ന ഒരു വേരിയൻറ്റും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. നമ്മൾ Iqoo Z3 എന്ന ഫോണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ സ്നാപ്ഡ്രാഗൺ 768G എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഈ ഒരു ഫോണിൽ LPDDR5ൻ്റെ റാം ആയിരിക്കും വരിക. അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഈ ഒരു ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എത്ര 5G ബാൻഡ്സ് ഇന്ത്യയിൽ വരുമെന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നതായിരിക്കും. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരും. പിന്നെ Android 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഇതിൽ 64 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. പിന്നെ 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. മൂന്നാമത് 2 മെഗാ പിക്സലിലെ ഒരു സെൻസറും ഈ ഫോണിൽ വരും. സെൽഫി ക്യാമറയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഫോണിൽ 5000 mAhൻ്റെ ബാറ്ററി ആയിരിക്കും വരിക. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 23-നാണ് ഈ ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നത്. ആ ഒരു ദിവസം ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യില്ല. ഇന്ത്യയിൽ ഈ ഒരു ഫോൺ സെപ്റ്റംബർ 27-ന് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടീസറും കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം പുതിയ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഈ ഫോണിൻ്റെ വില 30,000 രൂപയ്ക്ക് താഴെയായിരിക്കും വരിക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ വില മിക്കവാറും 25,000 രൂപയ്ക്ക് താഴെയായിരിക്കും വരിക. അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോണ് സെപ്റ്റംബർ 27-ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. Iqoo Z5 എന്ന ഫോണ് അത്യാവശ്യം നല്ലൊരു പ്രൈസിങ്ങിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.